ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നാളെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം. ഇപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റീടച്ച് ചെയ്ത് പോകാം. ഒന്നാമത്തെ സമത്വം. എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൊടുക്കുന്നതിനെയാണ് നമ്മൾ സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. ജനനം മൂലമോ സമ്പത്ത്, ജാതി, വർഗം, നിറം, ദേശം എന്നിവയുടെ ഒന്നിൻ്റെയും പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നാണ് നമ്മുടെ സമത്വ സിദ്ധാന്തം പറയുന്നത്. അപ്പം മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാവർക്കും സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ സമത്വം എന്ന് പറയുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സമത്വത്തിന്റെ 3 തലങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. എന്താണ് രാഷ്ട്രീയ സമത്വം? രാഷ്ട്രീയ സമത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തം എന്നാണ് രാഷ്ട്രീയ സമത്വത്തിൽ പറയുന്നത്. സാമൂഹിക സമത്വം എന്താണ്? സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി. അവസര സമത്വം കൈവരിച്ചാൽ മാത്രമേ സാമൂഹിക സമത്വം നമുക്ക് സാധ്യമാവുകയുള്ളൂ. എല്ലാ അവസരങ്ങളും എല്ലാവർക്കും തുല്യമായിരിക്കണം. അടുത്തത് സാമ്പത്തികം. സാമ്പത്തികത്തിൽ എന്താ പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ തുല്യ ജോലിക്ക് തുല്യ വേതനം, ജോലി ചെയ്യാനുള്ള അവകാശം, മിനിമം കൂലി ലഭിക്കാനുള്ള അവകാശം, ന്യായമായ വിശ്രമ സമയം വേണം, ന്യായമായ വിശ്രമത്തിനുള്ള അവകാശം. അടുത്തൊരു ക്വസ്റ്റ്യൻ, അവകാശങ്ങൾ. ഏതൊക്കെ രീതിയിലുള്ള അവകാശങ്ങളാണ് നമുക്ക് വേണ്ടത്? സാംസ്കാരിക അവകാശങ്ങൾ വേണം, രാഷ്ട്രീയ അവകാശങ്ങൾ വേണം, സാമ്പത്തിക അവകാശങ്ങൾ വേണം, പൗരാവകാശങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ലൈഡിലായിട്ട് നമ്മൾ പഴയ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവുക. നെക്സ്റ്റ്, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗങ്ങൾ. 1. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. 1. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ. സ്വയം വേണ്ടെന്ന് വെക്കുക, പൗരത്വം നിർത്തുക, മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. അപ്പൊ സ്വയം വേണ്ടെന്ന് വെക്കുക, പൗരത്വം നിർത്തുക, മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. ഇനി അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സ്വന്തം രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രീയമോ മതപരമോമായ പീഡനങ്ങളിൽ നിന്നും മോചനം നേടാൻ മറ്റു രാജ്യങ്ങൾ അഭയം പ്രാപിക്കുന്നവരെയാണ് അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത്. മതമേധാവിത്വം. എന്താണ് മതമേധാവിത്വം? 2 രീതിയിലാണ് മതമേധാവിത്വം പറയുന്നത്. ഒന്ന് അന്തർമത മേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും. അന്തർമത മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതം മറ്റൊരു മതത്തിന്റെ മേൽ നടത്തുന്ന മേധാവിത്വത്തെ അന്തർമത മേധാവിത്വം എന്ന് പറയുന്നു. ഒരു മതം മറ്റൊരു മതത്തിന്റെ മേൽ നടത്തുന്ന മേധാവിത്വത്തെ അന്തർമത മേധാവിത്വം എന്ന് പറയുന്നു. ആന്തരിക മതമേധാവിത്വം എന്താ? ഒരു മതത്തിലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ആ മതത്തിലെ തന്നെ മറ്റൊരു വിഭാഗത്തിന് മേൽ നടത്തുന്ന മേധാവിത്വം. ഒരു മതത്തിലെ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മേൽ നടത്തുന്ന മേധാവിത്വമാണ് ആന്തരിക മതമേധാവിത്വം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഒരു സ്ലൈഡിൽ ഈ കഴിഞ്ഞ സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി അത് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിവരിക്കുക. നമ്മൾ പറഞ്ഞു 1ാം വായന. രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ 1ാം വായന എന്ന് പറയുന്നത്. അടുത്തത് 2ാം വായന. ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെയാണ് 2ാം വായന എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടമാണ്. ഈ 2ാം വായനയിലാണ് കമ്മിറ്റി ഘട്ടവും റിപ്പോർട്ട് ഘട്ടവും. കമ്മിറ്റി ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ബില്ലിലെ വ്യവസ്ഥകൾ വിലയിരുത്തി സഭയിൽ ഇത് ചർച്ച ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. റിപ്പോർട്ട് ഘട്ടത്തിൽ എന്താണ്? സെലക്ഷൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ബില്ലിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ട് അത് വോട്ടിനിടുന്നു. ഇനി 3ാം വായന. അന്തിമ അംഗീകാരത്തിനായിട്ട് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. ഭൂരിപക്ഷം പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെങ്കിൽ സഭ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കും. ഇനി ഒരു സഭ ബില്ല് പാസ്സാക്കിയാൽ 2ാമത്തെ സഭയിലും ഇതേ നടപടിക്രമങ്ങൾ, അതായത് 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, 3ാം വായന ഒക്കെ നടക്കും. ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ സഭയും ബില്ല് പാസ്സാക്കിയാൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുന്നതിലൂടെ ആ ബില്ല് നിയമമായിട്ട് മാറും. അപ്പൊ ഇതെന്തായാലും പഠിച്ചിരിക്കുക. അടുത്തത് മതേതരത്വത്തിന്റെ പാശ്ചാത്യ മാതൃക. പാശ്ചാത്യ രാജ്യങ്ങളിൽ എങ്ങനെയാണ്? 1. രാഷ്ട്രം മതകാര്യങ്ങളിൽ ഇടപെടുകയില്ല. രാഷ്ട്രം മതകാര്യങ്ങളിൽ ഇടപെടുകയില്ല, മതം രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല.
രാഷ്ട്രം ഒരു മതസ്ഥാപനത്തിന് സാമ്പത്തിക സഹായം നൽകുകയില്ല. മതസ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഹായം നൽകില്ല. മതം എന്നത് അവിടെ ഒരു സ്വകാര്യ വിഷയം മാത്രമാണ്. സമുദായാധിഷ്ഠിത അവകാശങ്ങളോ ന്യൂനപക്ഷ അവകാശങ്ങൾക്കോ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. രാഷ്ട്രീയ പിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തിന് യാതൊരു സ്ഥാനവുമില്ല. രാഷ്ട്രീയ പിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തിന് യാതൊരു സ്ഥാനവുമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നിടത്തോളം മതങ്ങളുടെ പ്രവർത്തനത്തിന് അത് തടസ്സപ്പെടുത്തുകയില്ല.